ആർത്തവ അവധിക്ക് നയം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീം കോടതി. ഇത്തരം അവധി തൊഴിലുടമയ്ക്ക് സ്ത്രീകൾക്ക് ജോലി നൽകാൻ താല്പര്യമില്ലാതെയാക്കുമെന്ന് നിരീക്ഷണം. നയം രൂപീകരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകണം എന്നുള്ളതായിരുന്നു ആവശ്യം. ബി ബാലഗോപാൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ബാലു, ഇത്തരം തീരുമാനം തൊഴിലുടമയ്ക്ക് സ്ത്രീകളെ ജോലിക്ക് നിർത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. മാധു, ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഈ ആർത്തവ അവധിക്ക് ദേശീയ നയം ഉണ്ടാക്കണമെന്ന ദേശീയ നയത്തിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയെന്ന് പരിഗണിച്ചിരുന്നത്. ഈ ഹർജി പരിഗണിക്കവേണ ആർത്തവ അവധി കാരണം വനിതകൾക്ക് ജോലി നൽകാൻ തൊഴിലുടമകൾക്ക് താല്പര്യമില്ലാതായേക്കുമെന്ന ഒരു നിരീക്ഷണം ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് നൽകിയത്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും അദ്ദേഹം പറഞ്ഞത് ഈ ആർത്തവ അവധി അനുവദിച്ചാൽ കൂടുതൽ വനിതകൾ തൊഴിൽ മേഖലകളിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ തങ്ങൾ ഇടപെടുന്നില്ല, മറിച്ച് കേന്ദ്ര സർക്കാർ വിവിധ ചർച്ചകളൊക്കെ നടത്തി, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊക്കെ ചർച്ചകളൊക്കെ നടത്തി സമഗ്രമായ ഒരു നയം രൂപീകരിക്കുന്ന കാര്യം പരിഗണിക്കണമെന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇപ്പോൾ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ വനിതകൾക്ക് ആർത്തവാവധി അനുവദിക്കുന്നതിന് സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നായിരുന്നു ഈ ഹർജിക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് നേരത്തെ ഈ സർക്കാരിനെ സമീപിച്ചുവെങ്കിലും അതിലൊരു തീരുമാനം ഉണ്ടായില്ല എന്നായിരുന്നു അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ വീണ്ടും സർക്കാരിനെ സമീപിക്കുവാനാണ് ഇപ്പോൾ ഹർജിക്കാരോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.